നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഏറ്റവും വലിയ പ്രസ്താവന വന്നിരിക്കുന്നു. ഇന്ത്യ ഇനി ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമല്ല, മറിച്ച് ഇന്ത്യ ഇനി ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്, ഒരു പ്രതിരോധ പങ്കാളിയാണ് എന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ നാവികസേനാ സെമിനാർ സ്വാവലംബൻ 2025 രാജ്യത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ ഘടനയെക്കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു പ്രധാന പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യമല്ല, മറിച്ച് സാങ്കേതികവിദ്യ ഉൽപ്പാദിപ്പിക്കുകയും വികസിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു സൂപ്പർ പവറായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിരോധ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വദേശീവൽക്കരണ പ്രസ്ഥാനം വെറും നയങ്ങളുടെ ഫലമല്ല, മറിച്ച് ശാസ്ത്രജ്ഞർ, നൂതനാശയക്കാർ, സ്റ്റാർട്ടപ്പുകൾ, യുവാക്കൾ എന്നിവരുടെ കഠിനാധ്വാനത്തിന്റെ തെളിവാണ്. ഇന്ത്യ ഇപ്പോൾ ഒരു ഉപഭോക്താവല്ല, മറിച്ച് സാങ്കേതികവിദ്യയുടെ കയറ്റുമതിക്കാരായി മാറുന്നതിലേക്ക് ശക്തമായി നീങ്ങുന്നുവെന്ന് നവീകരണവും പ്രോട്ടോടൈപ്പുകളും തെളിയിച്ചിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു. വിദേശ പ്രതിരോധ ഉപകരണങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. കാരണം വിദേശത്ത് നിന്ന് വാങ്ങുന്ന ഉപകരണങ്ങൾ ദീർഘകാല നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും കുറ്റപ്പണികളുടെയും സ്പെയർ പാർട്സുകളുടെയും ഭാരം രാജ്യത്തിന്റെ മേൽ വരികയും ചെയ്യുന്നു. ഇന്ത്യയിൽ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാകുമ്പോൾ മാത്രമേ ഇവിടെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുകയുള്ളൂ എന്നും രാജ്നാഥ് സിംഗ് പ്രധാനമായും എടുത്തു പറയുന്നു. സെമിനാർ എല്ലാ വർഷവും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പുകളും MSMEകളും വികസിപ്പിച്ചെടുത്ത സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ സഹായത്തോടെ നാവികസേനയുടെ കഴിവുകളും ശക്തിപ്പെടുത്താൻ ഈ സംരംഭം സഹായിച്ചിട്ടുണ്ട് എന്നും രാജ്നാഥ് സിംഗ് എടുത്തു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.